നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 2020 മെയ് മാസത്തിൽ യുഎസിലെ മികച്ച ചാരനായി അംഗീകരിക്കപ്പെട്ട ജോൺ റാഡ്ക്ലിഫിനെ CIA ഡയറക്ടറായി ട്രംപ് തെരഞ്ഞെടുത്തു. കൂടാതെ പുതിയ സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള വകുപ്പിന്റെ ചുമതല ഇലോൺ മസ്കിന് നൽകി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇലോൺ മസ്കിന് പുറമെ ഇൻഡോ അമേരിക്കൻ സംരംഭകനായ വിവേക് രാമസ്വാമിയും പുതിയതായി രൂപീകരിച്ച US ഗവൺമെന്റിന്റെ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല വഹിക്കും. മുൻ റിപ്പബ്ലിക്കൻ ഹൗസ് ജീവനക്കാരനായ ഇന്ത്യൻ വംശജനായ കശ്യപ് കാഷ് പട്ടേലിനെ CIA മേധാവിയായി തെരഞ്ഞെടുക്കുമെന്ന് നേരത്തെ ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ റാഡ്ക്ലിഫിനെ CIA മേധാവിയായി ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടെക്സസിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ കോൺഗ്രസുകാരനായി സേവനമനുഷ്ഠിച്ച ജോൺ റാഡ്ക്ലിഫ് ആദ്യത്തെ ട്രംപ് ഭരണകൂടത്തിൽ അവസാന മാസങ്ങളിൽ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായിരുന്നു. COVID-19 പാൻഡമിക് സമയത്ത് എല്ലാ US ചാര ഏജൻസികളെയും നയിച്ചു. CIA മേധാവിയായി ജോൺ റാഡ്ക്ലിഫിന്റെ നിയമനം സെനറ്റ് അംഗീകരിക്കേണ്ടതുണ്ട്. ട്രംപ് സ്ഥാനമൊഴിയുന്നതിന് 8 മാസം മുമ്പ് 2020 മെയ് മാസത്തിൽ റാഡ്ക്ലിഫിനെ രാജ്യത്തെ പ്രധാന ചാരനായി സ്ഥിരീകരിച്ചിരുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ 2 ഉന്നത ഇന്റലിജൻസ് പദവികളിലും സേവിക്കുന്ന ആദ്യ വ്യക്തിയായിരിക്കുമെന്ന് ജോൺ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം എല്ലാ അമേരിക്കക്കാരുടെയും ഭരണഘടനാപരമായ അവകാശങ്ങൾക്കായി നിർഭയനായ പോരാളിയാകും. അതേസമയം ദേശീയ സുരക്ഷയുടെ ഉന്നത തലങ്ങളും ശക്തിയിലൂടെ സമാധാനവും ഉറപ്പാക്കും, ട്രംപ് പ്രസ്താവനയിൽ പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ US സർക്കാരിലെ പുതിയ വിഭാഗമാണ് ഗവൺമെന്റ് കാര്യക്ഷമതാ വകുപ്പ്. ഇത് ആദ്യം നിർദ്ദേശിച്ചത് മസ്കാണ്. സർക്കാർ ബ്യൂറോക്രസിയെ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായി ട്രംപ് ഇതിനെ വിജയിപ്പിച്ചു. ഡോഡ്ജ് എന്ന ചുരുക്കപ്പേരിലാണ് ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടുന്നത്. ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഉടനടി വ്യക്തമല്ലെങ്കിലും ട്രംപിന്റെ അഭിപ്രായത്തിൽ ഈ വകുപ്പിന് കീഴിലുള്ള മസ്കിന്റെയും രാമസ്വാമിയുടെയും ദൗത്യം സർക്കാർ ബ്യൂറോക്രസിയെ ഇല്ലാതാക്കുക, അധിക നിയന്ത്രണങ്ങൾ വെട്ടിക്കുറയ്ക്കുക, പാഴ്ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക, ഫെഡറൽ ഏജൻസികളെ പുനഃസംഘടിപ്പിക്കുക എന്നിവയായിരിക്കും. രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും ജീവിതം ഇതുവഴി മെച്ചപ്പെടുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. ട്രംപിന്റെ ഉറച്ച അനുയായിയായ മസ്ക് ട്രംപിന്റെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിൽ പ്രധാന ഭാഗമായിരുന്നു. $100 മില്യൺ ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മസ്ക് സംഭാവന ചെയ്തത്. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം ഉക്രൈൻ പ്രസിഡന്റ് വോൾഡിമർ സെലൻസ്കിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ട്രംപിനൊപ്പം മസ്കും ചേർന്നിരുന്നു. പ്രായപൂർത്തിയായ ഒരു താരത്തിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഇതിനകം തീരുമാനിച്ച ക്രിമിനൽ കേസിൽ നിയുക്ത റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ നടപടികൾ ന്യൂയോർക്ക് സ്റ്റേറ്റ് ജഡ്ജി താൽക്കാലികമായി നിർത്തിവെച്ചതായി ചൊവ്വാഴ്ച പുറത്തുവിട്ട കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. ജൂലൈയിൽ പ്രസിഡൻഷ്യൽ ഇമ്മ്യൂണിറ്റി അഭിസംബോധന ചെയ്ത സുപ്രീം കോടതി തീരുമാനത്തെ തുടർന്ന് ട്രംപിന്റെ ശിക്ഷാവിധി ഒഴിയണമോ എന്ന കാര്യത്തിൽ ജഡ്ജി ജുവാൻ മർച്ചന്റ് ചൊവ്വാഴ്ചയോടെ വിധി പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നവംബർ 26-ന് ട്രംപിന്റെ ശിക്ഷയും നിശ്ചയിച്ചിരുന്നു. 2025 ഫെബ്രുവരി 20-ന് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.